ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ LDCയിൽ ചോദിച്ച മുഴുവൻ ഭരണഘടനയുടെ ചോദ്യങ്ങളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ്, ഒരു 60ഓളം ചോദ്യങ്ങളാണ് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ LDC 14 ജില്ലകൾ 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. അപ്പോൾ 7 ഘട്ട ചോദ്യങ്ങളും നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതയാണ് നമുക്ക് അറിയേണ്ടത്. BR അംബേദ്കർ അധ്യക്ഷൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ BR അംബേദ്കർ ആണ് അധ്യക്ഷൻ എന്ന് നമുക്കറിയാം. ഭരണഘടന പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളിൽ ഒരു കമ്മിറ്റിയാണിത്. അതും മുൻവർഷ ചോദ്യങ്ങളുടെ ഭാഗമാണ്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, ഭരണഘടനയ്ക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണോ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയ്യേണ്ടത്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കുകയാണ് ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? പിന്നെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, 7 അംഗങ്ങൾ. അപ്പൊ ആദ്യം അംഗങ്ങൾ ഉണ്ടായിരുന്നു, 2 അംഗങ്ങൾ പിന്നീട് മാറിയിരുന്നു. അപ്പൊ അംഗങ്ങൾ എന്തായാലും കറക്റ്റാണ് അല്ലെ? ആദ്യം കുറച്ച് അംഗങ്ങൾ, പിന്നീട് അംഗങ്ങൾ മാറുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് 1946 ഓഗസ്റ്റ് 29 രൂപീകരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലെങ്ങനെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് കറക്റ്റ് ആണോ എന്ന് കൂടി നമ്മൾ നോക്കണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? BR അംബേദ്കർ അധ്യക്ഷൻ എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ഭരണഘടന അംഗീകാരം നൽകി എന്നുള്ള സ്റ്റേറ്റ്മെന്റിലാണ് നമുക്കിവിടെ തെറ്റ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഒരു ഓപ്ഷൻ കണ്ടോ, 1 to 4 വരെ ശരി. ആ ഒരു ഓപ്ഷൻ ഈ ഒരു ജില്ലയിലായിരുന്നു ഈ ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് കാണിച്ചത്. അപ്പൊ നമ്മൾ ജസ്റ്റ് 1, 4 എന്നുള്ള രീതിയിൽ എടുക്കരുത്. എക്സാം ഹാളിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ആൻസർ വരുന്നത് 1, 3 ശരിയാണ്. 1, 3 ശരി. അതായത് BR അംബേദ്കർ അധ്യക്ഷനാണെന്നും 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. പിന്നീട് 2 അംഗങ്ങൾ വന്നിരുന്നു. 2 അംഗങ്ങൾ മാറിയപ്പോൾ 2 അംഗങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയല്ല, ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കുകയാണ് ഇത് ചെയ്യുന്നത്. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് 326 പ്രതിപാദിക്കുന്നു. 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. 989 61 ഭേദഗതി 21 നിന്ന് 18 കുറച്ചു വോട്ടവകാശം. 89 62 വോട്ടിംഗ് പ്രായം കുറച്ചു. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഒന്നേ ശരിയാകും. ഒന്നെങ്കിൽ 62 ഭേദഗതി അല്ലെങ്കിൽ 61. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം 21 വയസ്സായിരുന്നു, 18 വയസ്സാണ് ഇപ്പോൾ. നമുക്ക് വോട്ട് ചെയ്യാം. 18 വയസ്സുണ്ടെങ്കിൽ നമുക്ക് പോയി വോട്ട് ചെയ്യാം. അത് 1989 61 ഭേദഗതിയാണ്. 3, 4 കൂടെ എന്തായാലും ശരിയാകില്ല. അപ്പൊ 1 മുതൽ 4 വരെ ശരിയാകില്ല. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെ? 2ൽ ഒന്നേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, നമുക്ക് 3 ശരിയാണ് എന്ന് മനസ്സിലായി, അതുകൊണ്ട് 4 തെറ്റാണ്. ഈ 2 ഓപ്ഷനിലേക്ക് നമ്മൾ വന്നു. എന്തായാലും 3 ശരിയാണല്ലോ, അപ്പൊ തന്നെ ഉത്തരം കിട്ടി. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭയിലും നിയമസഭയിലും തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് 326 പറയുന്നു. 326 നമ്മുടെ വോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വോട്ടവകാശം ഉള്ളത് ലോക്സഭയിൽ നമ്മുടെ ജനങ്ങളാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. ഇപ്പോൾ
രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ വിജയിപ്പിച്ചു വിട്ടില്ലേ, അതുപോലെ നമ്മുടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിട്ടില്ലേ, നമ്മളാണ് വോട്ട് ചെയ്ത് ഭൂരിപക്ഷമുള്ള ആൾ വിജയിച്ചു. അതുപോലെ തന്നെ നിയമസഭ, നമ്മുടെ നിയമസഭയിലെ MLA-മാരെ നമ്മൾ വിജയിപ്പിക്കുന്നു, ലോക്സഭയിലെ MP-മാർ. അപ്പോൾ ഇതും നമ്മൾ തന്നെയാണ് ഇത് രണ്ടും ചെയ്യുന്നത്. അത് ഈ ഒരു വോട്ടവകാശമാണ്. ജനങ്ങൾക്കെല്ലാം 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം വോട്ടവകാശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിജയമുണ്ടാകുന്നത്. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരം പരിഗണന. സംസ്ഥാന പട്ടിക വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് രാജ്യസഭ അംഗീകാരം വേണം. സംസ്ഥാന പട്ടിക വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭ അംഗീകാരം ആവശ്യമില്ല. ഒന്നെങ്കിൽ വേണം, അല്ലെങ്കിൽ ആവശ്യമില്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ പറ്റും. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 മുതൽ 4 വരെ ശരി പറ്റത്തില്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണേ പറ്റും. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 2, രണ്ടും കൂടെ പറ്റത്തില്ല. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് ഇനി ആൻസർ നോക്കുമ്പോൾ ഇവിടെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. പിന്നെയോ അതുപോലെ തന്നെ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റോ കൺകറന്റ് ലിസ്റ്റോ മാറ്റണമെങ്കിൽ അതിനും രാജ്യസഭയുടെ അംഗീകാരം വേണം. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം അറിയേണ്ടത്, രാജ്യസഭയുമുണ്ട്, ലോക്സഭയുമുണ്ട്. ലോക്സഭയെ അധോ സഭ എന്നറിയപ്പെടുന്നു, അധോ മണ്ഡലം എന്നറിയപ്പെടുന്നു. ഇതിനെ ഉപരിമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് രാജ്യസഭ. അപ്പൊ ലോക്സഭയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം ഉള്ളത്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവർ വരുന്നത്. എന്നാൽ രാജ്യസഭയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ആളുകളാണ്. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തും അവിടെ വരുന്നുണ്ട്. അപ്പോൾ മണി ബില്ലിന് മാത്രമാണ് രാജ്യസഭയ്ക്ക് പ്രാധാന്യം ഇല്ലാത്തത്. മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. രാജ്യസഭയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. 14 ദിവസം ഹോൾഡ് ചെയ്ത് വെക്കാം. അവരെന്ത് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. ചെയ്യോ ചെയ്യാതിരിക്കോ അത് ലോക്സഭയുടെ ഇഷ്ടം പോലെയാണ്. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും രാജ്യസഭയും ലോക്സഭയും പിന്നെ പ്രസിഡന്റും കൂടെ ചേർന്നുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൺകറന്റ് ലിസ്റ്റ് മാറ്റണോ യൂണിയൻ ലിസ്റ്റ് മാറ്റണോ അതിന് രാജ്യസഭയും കൂടെ അംഗീകരിക്കണം. ഇനി രാജ്യസഭയും സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ രാജ്യസഭയും അംഗീകരിക്കണം. ഇവിടെ മണി ബില്ലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വിഷയങ്ങൾ മാറ്റുന്നു. രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ പ്രത്യേക അധികാരം എന്ന് പറയാനില്ല. രാജ്യസഭ ലോക്സഭ രണ്ടും അംഗീകരിച്ചതിന് ശേഷം രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാലേ ആ നിയമം ബാധകമാകും. അല്ലാണ്ട് ഇന്ന സഭയിൽ പ്രത്യേക അധികാരം എന്ന് പറയാനില്ല. രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ. രാഷ്ട്രപതി അല്ല, ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ. നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ ഘടന ശരിയായിട്ടുള്ളതാണ്. ചോദ്യം ഉചിതം ശരി. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ ആകാം, അല്ലെങ്കിൽ ജഡ്ജായാലും മതി. മുൻ സുപ്രീം കോടതി ജഡ്ജിയോ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവ് പ്രായോഗിക പരിചയമുള്ള 2 പേർ വേണം. ഈ ഒരു ചോദ്യം PSC എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഇനി അറിവുള്ളവർ വേണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇവിടെ നമുക്ക് ചെയർമാനിൽ മാത്രമാണ് ഒന്നെങ്കിൽ ജഡ്ജാകാം സുപ്രീം കോടതി, അതല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആകാം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആരുമാകാം. അംഗങ്ങൾ കുറച്ചു പേർ എന്ത് വേണം, പരിജ്ഞാനമുള്ളവർ തന്നെ വേണം. അവര് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ വെറും ഒരു വക്കീലോ എന്തെങ്കിലും നിയമപരിജ്ഞാനമുള്ളവരാണ് വേണ്ടത്. അപ്പൊ നമുക്കിവിടെ കൃത്യമായി പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്തു.
ഇനി അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇതൊരു കറണ്ട് അഫെയറിന്റെ ഭാഗമായി വന്നതാണ്. മാൻസുഖ് മാണ്ഡവ്യ ആൻസർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ്? 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ്. അപ്പൊ ഏതെങ്കിലും ഒന്നല്ലേ പറ്റൂ? ഒന്നെങ്കിൽ ഒന്ന് ശരിയാകാം, അല്ലെങ്കിൽ രണ്ട് ശരിയാകാം. 2015 to 21 ജാർഖണ്ഡ് ഗവർണർ, ഒഡീഷ ഗവർണർ, ഇവിടെയും ഒന്നേ പറ്റൂ. അപ്പൊ നമുക്കറിയാം ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു 15 to 21. അപ്പൊ 3 എന്തായാലും ശരിയാകണം, 3 ശരിയാകണം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതും തെറ്റി. ഇനി 14ാമത്തെ ആണോ 15ാമത്തതാണോ എന്ന് നമ്മൾ ഉറപ്പിക്കാം. നമുക്ക് 15ാമത്തെ പ്രസിഡന്റ് ആണ്, 14ാമത്തെ ഉപരാഷ്ട്രപതിയുമാണ്. ദ്രൗപദി മുർമു ജനിച്ച സ്ഥലം ഒഡീഷയാണ്, മയൂർഭഞ്ച് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ്. അപ്പോ ഈ വനിതയിൽ എന്ന് പറയുമ്പോൾ പ്രതിഭ ശേഷം 2ാമത്തെ വനിതയാണ്. ഇപ്പൊ പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ ജനിച്ചു, സന്താൾ ഗോത്ര വിഭാഗക്കാരിയാണ്. 15ാമത്തെ പ്രസിഡന്റ് ആണ്. ജാർഖണ്ഡ് ഗവർണർ. അപ്പൊ ആദ്യ ഗോത്ര വിഭാഗത്തിലെ രാഷ്ട്രപതിയാണ്. ഇനി ആദ്യ ഗോത്ര വിഭാഗത്തിലെ ജാർഖണ്ഡ് ഗവർണർ ആണ്. ജാർഖണ്ഡിൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത ആദ്യ രാഷ്ട്രപതി കൂടിയാണ്. അടുത്ത ചോദ്യം, ഇനി നമ്മൾ കറണ്ട് അഫെയർ ആണ്, അപ്പൊ അത് നമുക്ക് വേണ്ട, വേറെ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. താഴെ പറയുന്ന ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കാണ്? ഓപ്ഷൻ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്. അടുത്തത് വ്യവസായശാലയിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർക്ക്. അപ്പൊ ഇതിൽ ആർക്കാണ് ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമം നൽകുന്നത്? നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അബലരാണ്, അവർക്ക് കൊടുക്കും എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ഭിന്നശേഷിക്കാരെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നോക്കുമ്പം വ്യവസായശാലയിലെ തൊഴിലാളികൾ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ അവരും കൂടി ഉണ്ട്. നമ്മുടെ ആൻസർ 1, 2, 3 ആണ്. സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, പിന്നെ വ്യവസായശാലയിലെ തൊഴിലാളികൾ കൂടി ഉണ്ട് എന്ന് ഓർക്കുക. ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 51A ഇവ പ്രതിപാദിക്കുന്നു. 3A അല്ല, 4A ആണ്. 12 മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ 11 മൗലിക കടമകളാണ്. 10 ആയിരുന്നു തുടക്കം, ഇപ്പോ 11 ഉണ്ട്. അപ്പൊ 51A ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് 2 എണ്ണം തെറ്റാണ്, 1 മാത്രം ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ആയി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ, നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാർ. അസംബ്ലി മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ. സഭയിൽ പ്രധാനമായും 8 കമ്മിറ്റികളാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ ഒക്കെ ചെയർമാൻമാരായിരുന്നു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നെഹ്റു 3 കമ്മിറ്റിയുടേത്. അസംബ്ലി മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. 2ഉം 3ഉം ശരിയാണ്. 9 എന്നുള്ളത് മാറ്റമുണ്ട്, 8 ആണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ, മൗലിക DPSP എന്ന് പറയുമ്പോൾ അയർലൻഡ് ആണ് എന്നറിയാം. അപ്പോൾ 1 തെറ്റാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയാണ് അല്ലെ? അപ്പോൾ ഒറ്റ ഉത്തരമുള്ളതില്ല, 2 വരുന്ന സാധനം എഴുതാം. 2ഉം 3ഉം. നമ്മുടെ ആൻസർ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും മൗലിക അവകാശങ്ങളും. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ കടമെടുത്തു എന്ന് ചോദിച്ചാൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമ നിർമ്മാണ പ്രക്രിയ. 2ഉം 3ഉമാണ്. ഫെഡറൽ കാനഡയാണ്. ഭരണഘടന 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാ? 19 എന്ന് പറയുമ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. 6 സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നു. സഞ്ചാരം, പിന്നെ സംഘടന രൂപീകരണം. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് 21A ആണ്. 21Aയിലാണ് ഇരിക്കുന്നത്, 19ലല്ല. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്.
അപ്പോൾ വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ശരിയാണ്. പക്ഷേ 19 മുതൽ 22 വരെ നമുക്ക് സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും പിന്നെ 20 ഉണ്ട്, 21 ഉണ്ട്. 21A വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഒഴിക്കുന്നത്. 19 സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ആയുധം ഇല്ലാണ്ട് ഒത്തുചേരുക, അഭിപ്രായം പ്രകടിപ്പിക്കുക, സംഘടന രൂപീകരിക്കുക, ഇനിയോ സഞ്ചരിക്കുക, അതിനുശേഷം തൊഴിൽ എടുക്കുക, താമസിക്കുക, ഇന്ത്യയിൽ എവിടെയും താമസിക്കുക, ഇങ്ങനെ കുറച്ച് സ്വാതന്ത്ര്യങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും എലിമിനേറ്റ് ചെയ്തു. അംഗങ്ങൾ തെറ്റാണ്. അപ്പൊ സുപ്രീം കോടതി മുൻ ജഡ്ജി ഒരു അംഗമാണ്, ശരിയാണ്. ഹൈക്കോടതി മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. അപ്പൊ ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്തതാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം ശരിയായ പ്രസ്താവന. ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ട് ലഭിക്കുക. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ട് സീറ്റ് തുല്യം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഉദാഹരണം ബ്രിട്ടൻ, ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷമാണ്. നമ്മുടെ ഇപ്പോൾ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP 3 പ്രധാന പാർട്ടി ഞാൻ എടുത്തു. കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് കിട്ടി. കമ്മ്യൂണിസ്റ്റിന് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 20,000 വോട്ട് കിട്ടി. BJPക്ക് 8,000 വോട്ട് കിട്ടി. 8,000 വോട്ട് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിയായി പ്രഖ്യാപിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളായിരിക്കും ഇവിടെ വിജയിക്കുന്നത്. വോട്ടിന്റെ എണ്ണം നോക്കി ഭൂരിപക്ഷം ഒന്നുകൂടിയാൽ തന്നെ വിജയിയായി പ്രഖ്യാപിക്കും. അപ്പൊ ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റ് കിട്ടി എന്നാൽ കുറച്ച് വോട്ട് ലഭിക്കാം. അപ്പൊ ശരിയാണ്, കൂടുതൽ സീറ്റ് കിട്ടി. ഇവര് 530 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഇവർ 200 സീറ്റേ കിട്ടിയോള് എന്ന് വിചാരിച്ച് കുറച്ച് വോട്ടുകളും ലഭിക്കാം. 500 കിട്ടിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കാം ഓരോരുത്തടുത്ത് വിജയിച്ചത്. അപ്പൊ അത് ശരിയാണ്. ലഭിക്കുന്ന വോട്ട് സീറ്റ് തുല്യമാണ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് എപ്പോഴും 20,000 50,000 അത്രയൊക്കെയുള്ളൂ. സീറ്റുകൾ ആകെ കുറച്ചേ ഉള്ളൂ. 500 സീറ്റ്, 140 സീറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ് ബ്രിട്ടൻ, ഇന്ത്യ. നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് ഇത് കടമെടുത്തത്. ബ്രിട്ടനും ഇന്ത്യയും ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ 1, 3 ഉത്തരം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നതിൽ പെട്ടടിച്ച് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റ് അംഗങ്ങൾക്ക് തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുണ്ട്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മറ്റ് 2 അംഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും തുല്യ അധികാരമാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റുമാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന എന്താണ്? ഉപരാഷ്ട്രപതി 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയുടെ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ വന്നു. പക്ഷെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ്, രാജ്യസഭയുടെ അധ്യക്ഷനാണ്, ഒക്കെയാണ്. അപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. ജഗദീപ് ധൻഖർ ആണിപ്പോൾ. അപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇത് NCERT എഴുതി വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്. ഇത് PSCയുടെ ഫൈനൽ കീ ആൻസർ ആണ്. അടുത്തത് ഭരണഘടന 73 ഭേദഗതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂൾ 73 ഭേദഗതി ഉൾപ്പെടുത്തുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. പഞ്ചായത്ത് രാജ് 73 ആണ്. 73 11ാം ഷെഡ്യൂളിലാണ്. 12ാം ഷെഡ്യൂളിലുള്ളത് 74ാം ഭേദഗതിയുള്ള നഗരപാലിക സംവിധാനമാണ്. ത്രിതല ഭരണ സംവിധാനമാണ് 1, 3. ത്രിതല സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവെന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെയാണ്. അടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ശരിയായ പ്രസ്താവന. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണം ബന്ധപ്പെട്ട് രൂപീകരിച്ചു. ധനകാര്യ മന്ത്രാലയം റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടർ ചുമതല വഹിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് കുറ്റകൃത്യം രഹസ്യമായി അന്വേഷിച്ചു. അത് പണത്തിന്റെ കുറ്റകൃത്യങ്ങളാണ് അന്വേഷിക്കുക. ധനകാര്യ മന്ത്രാലയം റവന്യൂ വകുപ്പ് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു.
ഇനി ശരിയായത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇവിടെ 1ഉം 2ഉമാണ് ശരി. മുഖ്യമന്ത്രി നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. അതും ശരിയാണ്. ഇനി കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത്. അടുത്തത് ചുവടെ പറയുന്ന പ്രസ്താവന ശരിയേത്? കേന്ദ്രമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. രാജ്നാഥ് അർലേക്കറാണ് നിലവിൽ ഗവർണർ. അപ്പോ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയാണ്. രാഷ്ട്രപതിക്ക് പകരം ഇവിടെ ഭരണം നടത്തുന്നത് ഗവർണറാണ്. അപ്പോ അതായത് പ്രസിഡന്റ് ഇത് വന്നു കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിച്ചാൽ 356 പ്രകാരം പ്രസിഡന്റ് ഭരണം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന് വേണ്ടി ഭരണം ആര് നടത്തും? ഗവർണർ നടത്തും. ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു, അത് തെറ്റാണ്. ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാര് തന്നെയാണ്? മുഖ്യമന്ത്രി തന്നെയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹം തന്നെയായിരിക്കും ഭരണം നടത്തുന്നത്. പിന്നെ പ്രസിഡന്റ് പോലെ തന്നെ ഗവർണറിനെ എല്ലാം രേഖകളിലൊക്കെ ഒപ്പിടാനായിട്ട് അവിടെ വെച്ചേക്കുക. തലവൻ ഗവർണറാണ്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന് തലവനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വലിയ അധികാരമൊന്നും ഇല്ല എന്ന് മാത്രം. താഴെ പറയും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അടുത്തതിലേക്ക് പോകാം. ഇതിനകത്ത് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. നീതി ആയോഗ് ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ സുമൻ കെ ബെറിയാണ് വൈസ് ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഭരണഘടന 42ാം ഭേദഗതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? സോഷ്യലിസ്റ്റ്, സെക്യുലാർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റും സെക്യുലാറും കൂട്ടിച്ചേർത്തു, ശരിയാണ്. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആമുഖത്തിന്റെ കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുന്നത്. ഒരു തവണ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. താഴെ പറയുന്ന വനിത ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാര്? സ്ഥിരമായി ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിൽ രാജകുമാരി അമൃത കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുക റായ് ഇവരൊക്കെ അംഗങ്ങളാണ്. അക്കമ്മ ചെറിയാൻ അംഗമല്ല. മലയാളികൾ 3 പേരാണ് അംഗങ്ങൾ. അമ്മുക്കുട്ടി, ആനിയുടെ അമ്മു വേലക്കാരിയാണ്. ദാക്ഷായണി വേലായുധൻ. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. 3 മലയാളി വനിതകൾ മാത്രമേ അംഗമുള്ളൂ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? ഫെഡറൽ. കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇത്തിരി മുമ്പ് നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെയാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇതിനകത്ത് അംഗങ്ങൾ വ്യത്യാസമുണ്ട്. ആരൊക്കെ വോട്ട് ചെയ്യും എന്നുള്ളത് ഡിഫറൻസ് ഉണ്ട്. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MP, ലോക്സഭ മുഴുവൻ MP, രാജ്യസഭ മുഴുവൻ MP. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തെറ്റാണ്. അപ്പൊ ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോക്സഭയിലെ അംഗങ്ങൾ, രാജ്യസഭയിലെ അംഗങ്ങൾ ഇവരാണ് വരുന്നത്. ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങളാണ്. ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ അംഗങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വന്നേക്കുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. ലോക്സഭയിലെ അംഗങ്ങൾ, രാജ്യസഭയിലെ അംഗങ്ങൾ എന്നുള്ള രീതിയാണ് ആൻസറിൽ വരുന്നത്. ഇനി പ്രസിഡന്റ് ഇലക്ഷൻ ആണെങ്കിൽ രാജ്യസഭയിലെ അംഗങ്ങൾ, ലോക്സഭയിലെ അംഗങ്ങൾ, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിമാർ ഒക്കെ വരും, ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഡൽഹിയിലേക്ക്. ഇനി അതിനകത്ത് രാജ്യസഭയിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട 12 പേർക്ക് വോട്ടവകാശമില്ല. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്തത്, ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 7ാമത്തെ ഷെഡ്യൂളിലാണ്. വനം കൺകറന്റ് ലിസ്റ്റ് ആണ്. കൃഷി, പോലീസ്, തദ്ദേശ സ്വയംഭരണം, വ്യാപാരം, വാണിജ്യം, പൊതുജനാരോഗ്യം ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് എത്ര വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു? പ്രസിഡന്റിനെ 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 4 വർഷം പ്രസിഡന്റ് ആകാം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാം. 4 ഉം 4 ഉം 8.
എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഓരോ വർഷം അഡീഷണൽ കിട്ടും. അങ്ങനെ ടോട്ടൽ ഒരു 10 വർഷത്തിൽ കൂടുതൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ്. അദ്ദേഹം പോർച്ചുഗൽക്കാരനാണ്. ക്ലിയർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ചോദ്യങ്ങൾ. അടുത്തത്, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാകാത്തത്, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാകാത്തത് എന്താണ്? അവിടുത്തെ ഭൂപ്രദേശമാണോ, ജനാധിപത്യമാണോ, ജനങ്ങളാണോ, പരമാധികാരമാണോ? എന്തിനെയാണ് ജനാധിപത്യ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്? ജനാധിപത്യം. അപ്പൊ രാഷ്ട്രത്തിന് അടിസ്ഥാനം ഭൂപ്രദേശം വേണം, ജനങ്ങൾ വേണം, പരമാധികാരം വേണം, അന്നേരം രാഷ്ട്രമാകും. അവിടെ ചിലപ്പോ ഏത് ഭരണം വേണമെങ്കിലും ആകാം, പട്ടാള ഭരണമാകാം, പ്രസിഡന്റ് ഭരണമാകാം, അവരുടെ ഇഷ്ടത്തിനുള്ള ഭരണം നടത്താം. പക്ഷെ ഭൂപ്രദേശവും കുറച്ച് ജനങ്ങളും അവർക്ക് ആ രാജ്യമാണ് എന്നുള്ളൊരു പരമാധികാരവും വേണം, ടെറിട്ടറി എല്ലാം വേണം. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂട്ടുണ്ട്, അതും കൂടെ ചെയ്യാം. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കരമേഖലയുണ്ട്, വായുമേഖലയുണ്ട്, തീരപ്രദേശമുണ്ട്. 12 നോട്ടിക്കൽ മൈലിനുള്ളിലും ആ രാഷ്ട്രം തന്നെയാണ്, അതിന്റെ ടെറിട്ടറിയാണ്. എന്നാൽ അതിനപ്പുറമുള്ള സമുദ്രമേഖല മറ്റൊരു രാഷ്ട്രത്തിനാണ്. ഒരു രാജ്യത്തിന് 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ വരെ അവകാശമുള്ളൂ. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശമാണ്. ഔദ്യോഗിക സ്ഥാനം വഹിക്കാൻ. ഗവൺമെന്റിനെ വിമർശിക്കാൻ അവകാശം. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശമല്ല, ഇത് സ്വാതന്ത്ര്യമാണ്, മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം രാഷ്ട്രീയ അവകാശമാണ്. അപ്പോ നമ്മുടെ ആൻസർ 1 to 4 ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണേ, നിങ്ങൾക്ക് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലെ? താഴെ കൊടുത്തിരിക്കുന്ന രാജ്യസഭയുടെ തെറ്റായ വസ്തുതകൾ. രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. ശരിയാണോ? രാജ്യസഭയുടെ സ്പീക്കർ സ്ഥാനമാണോ അധ്യക്ഷ സ്ഥാനമാണോ എന്ന് നമ്മൾ ഓർക്കുക. ക്വസ്റ്റ്യൻ കാണാൻ നമ്മൾ വരികയും ശരിയാണ്. രാജ്യസഭ സ്ഥിരം സഭയല്ല. സ്ഥിരം സഭയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏതാണ് എന്ന് നമ്മൾ നോക്കുക. രാജ്യസഭ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭയാണ് 5 വർഷം കഴിയുമ്പോൾ പുറത്താകുന്നത്. അപ്പോ രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗങ്ങൾക്ക് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധിയാണ്, അല്ല, പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇവർക്ക് ഓരോ സംസ്ഥാനത്തിനും ഇത്ര പേർ അവരുടെ ജനസംഖ്യ അനുസരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ 9 അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങൾ. അപ്പൊ പരോക്ഷ തെരഞ്ഞെടുപ്പാണ്, നമ്മളല്ല അവരെ ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 2, 3, 4 തെറ്റാണ്. ഇനി രാജ്യസഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഉപരാഷ്ട്രപതിയാണ്. ജഗദീപ് ധൻഖർ ആണിപ്പോൾ. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏതു വിഭാഗത്തിൽ പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രി. അടുത്ത ചോദ്യം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റിസ് ഹർലാൽ ജെ കെനിയ സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ്. ഹർലാൽ ജെ കെനിയയും അദ്ദേഹത്തിന്റെ മകനും ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതി അല്ല. അപ്പോ നമുക്ക് ഇവിടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് 1 ഉം 3 ഉമാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതി സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 ഉം 3 ഉമാണ്. അപ്പോൾ നിലവില് BR ഗവായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് നിങ്ങൾക്കറിയാം. ഭൂഷൺ ഗവായി എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. BR ഗവായ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തത്,
ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ നമുക്ക് വേണ്ടല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ആൻസർ ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഭരണഘടന ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആമുഖം ആരംഭിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പ് നൽകുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നല്ലേ പറയുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഭാരത എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇന്ത്യ തന്നെയല്ലേ ഭാരതം? അങ്ങനെ ചോദിച്ചാണല്ലോ, രണ്ടും ശരിയല്ലേ? ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഒരു പേരല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല, എലിമിനേറ്റ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? മൗലിക അവകാശങ്ങൾ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ മൗലിക അവകാശ ഫണ്ടമെന്റൽ റൈറ്റ് കടമെടുത്തത്. ശരിയാണ്. നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഐറിഷ് അല്ലെങ്കിൽ അയർലൻഡ്. ശരിയാണ്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടന. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. റിട്ട് ശരിയായ പ്രസ്താവന എന്താ? റിട്ടുകൾ കടമെടുത്തത് എവിടെ നിന്ന്? ബ്രിട്ടനിൽ നിന്നാണ്. എത്ര തരം റിട്ടുണ്ട്? 5 റിട്ടുണ്ട്. സുപ്രീം കോടതി ഹൈക്കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കൂ. ശരിയല്ലേ? ആണ്. സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റൂ. സുപ്രീം കോടതിക്ക് ഈ റിട്ടുകൾ മൗലികാവകാശങ്ങൾക്കെതിരെ മാത്രമേ പറ്റൂ. പക്ഷേ ഹൈക്കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റിന് മാത്രമല്ല, ലീഗൽ റൈറ്റ്സ് ആയിട്ട് നിയമാവകാശമായിട്ടും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഇനി സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കുക അല്ല, ഹൈക്കോടതിക്ക് പറ്റും. സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്ക് പറ്റുമോ? ഇല്ല, ജില്ലാ കോടതിക്ക് പറ്റത്തില്ല. അപ്പൊ ആർട്ടിക്കിൾ 1 മാത്രം ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയേത്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുണ്ട്, ശുപാർശ ചെയ്യാം. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോടും ശുപാർശ ചെയ്യാം. 1, 2, 3. അപ്പൊ അത്രയും കാര്യങ്ങൾ. ഇനി നിർദ്ദേശ തത്വങ്ങളുടെ ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. നിർദ്ദേശ തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലികാവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങൾ, സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഇപ്പൊ DPSPയെ കുറിച്ച് പറയുമ്പോൾ കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഇത് ഗവൺമെന്റിന്റെ ഭരണത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവര് നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ ഭരണം നടത്തിയാൽ നല്ല ഭരണമാണ്, നല്ല ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഏക പൗരത്വം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, അഖണ്ഡത എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരുന്ന ആമുഖത്തിലാണ് പരാമർശിക്കുന്നത് അഖണ്ഡതയെക്കുറിച്ച്. അപ്പൊ അഖണ്ഡത നമുക്ക് അത്യന്താപേക്ഷിതമാണ്. 1, 2 മാത്രമാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതി 6 വർഷം. ഇലക്ട്രൽ കോളേജ്. സംസ്ഥാന നിയമസഭ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അപ്പോ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. അത് ശരിയാണ്. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളല്ല, സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ. അപ്പോ അത് ശരിയാണ്. എന്നാൽ ഈ അംഗങ്ങൾ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ ഈ മുഴുവൻ അംഗങ്ങൾ, മുഖ്യമന്ത്രി, മറ്റ് MLA മാരെല്ലാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജിലെ അംഗമാണ്. അപ്പൊ 2ഉം 3ഉം എന്ന് പറയുന്നത് ശരിയാണ്. 5 വർഷമാണ് കാലാവധി. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയേത്? ഭരണഘടനാ സംരക്ഷകനാണ് സുപ്രീം കോടതി. കീഴ്ക്കോടതി സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ഇനി സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. 1, 4, 3 അല്ലെ, ഉപദേശം സ്വീകരിക്കാം. അപ്പൊ 1, 2, 3 ശരിയാണ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയേത്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, കേന്ദ്ര ലിസ്റ്റ് അല്ല. 1ഉം 2ഉം ശരിയാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ പറയാമോ? ലോട്ടറി, സെൻസസ് അല്ലെ, തപാല്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റാണ്. സൈബർ നിയമം അവശിഷ്ടാധികാരമാണ്, റെസിജ്വൽ പവർ ആണ്. എല്ലാം ശരിയാണ്.
ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 73 ചെറുഭരണഘടന, 73 പഞ്ചായത്ത് രാജാണ്, ചെറുഭരണഘടന 42ആണ്. 74 നഗരപാലിക, 32 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഉത്തരങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഇതിപ്പോ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് ഒരാള് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾക്കറിയാലോ, ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതും ഓൾറെഡി PSC ചോദിച്ച 10th മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യമായി വന്നിരുന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓൾറെഡി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ റിഫ്രഷ് ചെയ്യാം, പഠിച്ചെടുക്കാം, അവർക്ക് പഠിക്കാൻ പറ്റും. ഓൾറെഡി പഠിച്ച ഈ ടോപ്പിക്ക് പഠിച്ചവർക്ക് മാത്രമേ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറ്റൂ. അല്ലാണ്ട് ഈ ടോപ്പിക്ക് ഫ്രഷ് ആയിട്ട് ഇത് കണ്ടുകൊണ്ട് അങ്ങ് പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം എന്നല്ലാണ്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടാണ്. കേരള വനിതാ കമ്മീഷൻ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, നമ്മുടെ ആൻസർ 1ഉം 2ഉം ശരിയാണ്. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമം, സുരക്ഷിതത്വം ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല, അതിനിവിടെ പോലീസ് ഉണ്ട്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ്. നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. 1ഉം 3ഉം ശരി. മൗലിക കർത്തവ്യങ്ങൾ ശരിയേത്? 11 ഉണ്ട്. 51A ആണ്, ഭാഗം 4A ആണ്. നേരത്തെ എലിമിനേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ശരിയാക്കി കൊണ്ടുവന്നു. 1, 2, 3 ഇത്രയും മനസ്സിലായി. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു സർവീസ് ആണ് ഇത് ഓൾ ഇന്ത്യ, ഇച്ചിരി ചെറുതാക്കണം, കാണാലോ. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. പിന്നെ നമുക്ക് കേന്ദ്ര സർവീസും ഉണ്ട്. ഈ കേന്ദ്ര സർവീസിൽ വരുന്നതാണ് റെയിൽവേ നിയമനമൊക്കെ. എന്നാൽ ഓൾ ഇന്ത്യയിലാണ് IASഉം IPSഉം വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് നമ്മുടെ LDCയും LGSഉം സെക്രട്ടറി അസിസ്റ്റന്റ് ASM. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന PSC തെരഞ്ഞെടുപ്പ് എല്ലാം ഇതാണ്. അപ്പൊ ഈ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്ന വകുപ്പ് താഴെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 312. യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റ് 7ാമത്തെ പട്ടികയാണ്. 7 ലിസ്റ്റുകളാണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റവും ശരിയായ വസ്തുത, UPSC അംഗസംഖ്യ പ്രധാനമന്ത്രി തീരുമാനിക്കും. 62 വയസ്സ് വിരമിക്കൽ. UPSC അംഗങ്ങൾ ചെയർമാൻ രാഷ്ട്രപതി നിയമിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങൾ പുറത്താക്കുന്ന അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ട്. ഇതില് നമുക്ക് ശരിയാണ് വേണ്ടത്. UPSC അംഗസംഖ്യ പ്രധാനമന്ത്രി തീരുമാനിക്കും എന്നുള്ളത് തെറ്റാണ്. പാർലമെന്റ് തീരുമാനിക്കും. 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. UPSC അംഗം ചെയർമാൻ രാഷ്ട്രപതിയാണ് നിയമനം നടത്തുന്നത്, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. UPSC അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കില്ല. ഇനി ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുത ഏതാണ്? 51 ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഇല്ല. ഏതിലൊന്നേ ശരിയാകും. 1 മുതൽ 4 വരെ ശരിയല്ല. ഇനി നമ്മുടെ ആൻസർ വരുന്നത് 1, 2, 3 ഈ 3 ശരി. 51ലാണ് ആദ്യത്തെ ആള് KC നിയോഗിയാണ്. ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശം ഉപദേശിക്കുകയാണ്. ഇതിന് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമാണ് ഉള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ഏതൊക്കെ? 93 രൂപീകൃതമായി. 102ാം ഭേദഗതി ഭരണഘടനാപരമായ അംഗീകാരം. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക്, റിപ്പോർട്ട് രാഷ്ട്രപതിക്ക്. ആർക്കാണെന്ന് നമ്മൾ നോക്കണം. രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് നൽകുന്നത്. ഇനി ഭരണഘടനാപരമായ അംഗീകാരം കിട്ടി 93ലാണ് രൂപീകൃതമായത് പിന്നോക്ക കമ്മീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന
അപ്പോൾ അതൊക്കെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് നമ്മളിനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അത് പഠിക്കാം, അല്ലെങ്കിൽ ഈ സെക്ഷൻ അങ്ങ് ഒത്തിരി ആയിപ്പോ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ശരിയായിട്ടുള്ളത് എന്താണ്? നെഹ്റു ആണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13-നാണ്, 47-ലാണ് പാസ്സാക്കിയത്. 47-ലാണ്, ശരിയാണ്. 47 ജനുവരിയിലാണ് 3-നാണ് പാസ്സാക്കുന്നത്. അപ്പൊ അത് ശരിയാണ്. ശരിയായ പ്രസ്താവന എഴുതുക. 2 ശരിയുള്ളൂ, 3ഉം 4ഉമാണ് ശരി. നെഹ്റു അംബേദ്കറും കൂടിയല്ല അവതരിപ്പിച്ചത്, നെഹ്റു മാത്രം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലല്ല അവതരിപ്പിച്ചത്, ഭരണഘടനാ നിർമ്മാണ സമിതിയിലാണ് നെഹ്റു ആണ് അവതരിപ്പിച്ചത്. നെഹ്റു ആണ് ആമുഖത്തിന്റെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ ഭരണഘടന ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ 8 കമ്മിറ്റികൾ ഉണ്ട്. നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ. താഴെ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? യൂണിയൻ പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അധ്യക്ഷൻ നെഹ്റു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഈ നമ്മുടെ അംബേദ്കർ ആകെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അംബേദ്കർ ആണ് ഭരണഘടനയുടെ പിതാവ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തന്നെ ഇതെല്ലാം കൂടെ സെറ്റാക്കി എടുക്കണ്ടേ, ഇത്രയും പേജുള്ളത്. അത് തന്നെ വലിയൊരു പണിയാണ്. അപ്പൊ വേറൊന്നും ഏറ്റെടുക്കാനുള്ള സമയമില്ല അംബേദ്കർ. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാ? 5 to 11 പൗരത്വം. 55 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം, 3 രീതിയിൽ നഷ്ടപ്പെടാം. അപ്പൊ ഏതാണ്? എത്ര രീതിയിൽ നഷ്ടപ്പെടാം? 3 രീതിയിൽ നഷ്ടപ്പെടാം, 5 രീതിയിൽ നേടാം. പൗരത്വ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ നേടാം, 3 അല്ല 5. അപ്പൊ നമുക്ക് 1ഉം 3ഉം ശരിയാണ്. വേണ്ടത് ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്. മൗലിക അവകാശം വിവിധ പ്രസ്താവനകൾ ശരിയേത്? ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. 32 നെഹ്റു ഹൃദയമാത്മാവെന്ന് വിശേഷിപ്പിച്ചു. 32 അംബേദ്കർ ഹൃദയമാത്മാവെന്ന് വിശേഷിപ്പിച്ചു. കേശവാനന്ദ ഭാരതി കേസ് മൗലികാവകാശവുമായി ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ട് അല്ലെ. കൂടുതൽ ആമുഖത്തിന് ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. മഠ അധിപനാണ് കേശവാനന്ദ. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത് നിർബന്ധിത ജോലി എതിർക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 23ഉം 24 ബാലവേല തടയുകയാണ്, 23 ഈ നിർബന്ധിത ജോലിയൊക്കെ എതിർക്കുകയാണ്. 4 ശരിയാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ മതവിഭാഗത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രചാരത്തിന് ചിലവാക്കുന്ന തുകയ്ക്ക് നികുതികൾ പാടില്ല. അപ്പോൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 25 മുതൽ 28 വരെയുള്ള മതവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ. അപ്പൊ ഇതിനകത്ത് വ്യക്തമായ ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് എലിമിനേറ്റ് ചെയ്തത്. 42ാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ട് ശരി ഏത്? പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 4A എന്ന് പറയുന്നത് നിർദ്ദേശ തത്വങ്ങൾ, അതായത് മൗലിക കടമകളാണ് അല്ലെ, കടമകളാണ്. 42ാം ഭേദഗതി പ്രകാരമാണ്. ലോക്സഭയുടെ കാലാവധി 5 എന്നുള്ളത് 6 നീട്ടി. 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങൾ, 10 അല്ല 5 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല, വിളിക്കുന്നു. അപ്പൊ ഈ 2 തെറ്റിപ്പോയി, 2 ശരിയായി. നമുക്ക് ശരി വേണം, 1, 2 ശരി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇത് വേണ്ട, ക്യാബിനറ്റ് മന്ത്രിയാണ്. 2024 അന്നത്തെ ആൻസർ ഇതാണ്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തതാണ്? 18ാമത്തെ തെരഞ്ഞെടുപ്പ്. കേരള സംസ്ഥാന വയോജന നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനം പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണ്? വയോമിത്രം. അപ്പൊ ഇത്രയും. ഇനി ഭരണഘടനയാണല്ലോ. ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചും കൂടെ പറഞ്ഞേക്കാം. ഭരണഘടന പഞ്ചായത്ത് രാജ് ആക്ട് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാനത്ത് ഗവർണർ. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കൊന്ന് 60 കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഭരണഘടന എന്ന സെക്ഷനിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലാബ് അസിസ്റ്റന്റിന്റെ നമ്മൾ LDC മെയിൻസിന് വേണ്ടിയിട്ട് മെയിൻസിന്റെ കുറെ ക്വസ്റ്റ്യൻസ്, അതായത് ഇങ്ങനെ സെപ്പറേറ്റഡ് സബ്ജക്ട്സ്, അത് നിങ്ങൾക്ക് ASM എന്ന് പറയുന്ന എക്സാമിന്, ലാബ് അസിസ്റ്റന്റ് എക്സാമിന്, അതുപോലെ CPOന്റെ എക്സാമിന് ഒക്കെ യൂസ്ഫുൾ ആണ്.
അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് യൂസ്ഫുൾ ആണ്. LDC മെയിൻസിന് ചോദിച്ചിട്ടുള്ള ഇങ്ങനെ സബ്ജക്ട് വൈസ് ഈ 7 ഘട്ടങ്ങളിലെ ക്വസ്റ്റ്യൻസ്, അത് മലയാളം 70 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് 70 ചോദ്യങ്ങൾ, കമ്പ്യൂട്ടർ ഉണ്ട്, അങ്ങനെ വിവിധ സബ്ജക്ട്സുകൾ, സുപ്രധാന നിയമങ്ങളുണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ഈ ഒരു കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യാം. പിന്നെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.